തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിഷയം എന്താണ്? ജനങ്ങളെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ തക്കവണ്ണം ആവേശഭരിതമാക്കുന്ന അല്ലെങ്കിൽ ഊർജ്ജദായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഇനിയും ഉയർന്നു വന്നിട്ടുണ്ടോ? പ്രതിപക്ഷത്തിന് അതിനെത്ര കഴിഞ്ഞിട്ടുണ്ട്? BJPയും CPMും തമ്മിൽ ഡീലുണ്ടാക്കുന്നു എന്ന ആരോപണം കഴിഞ്ഞ 5 ദിവസമായി ആവർത്തിച്ചുന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് UDFന്റെ നേതാക്കൾ. അതിനപ്പുറം പോയി ജനജീവിത പ്രശ്നങ്ങൾ, ജീവസന്ധാരണ പ്രശ്നങ്ങൾ, മനുഷ്യരെ നേരിട്ട് വൈകാരികമായി സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയങ്ങളെ കൊണ്ടുവരുന്നതിൽ UDF പരാജയപ്പെടുകയാണോ? ഡീൽ എന്ന ആരോപണത്തിൽ എത്ര വസ്തുതയുണ്ട്? SDPIയെ പോലെയുള്ള സംഘടനകൾ എടുക്കുന്ന വിചിത്രവും അസാധാരണവുമായ നിലപാടുകളുടെ ആദ്യത്തെ ഗുണഭോക്താവ് CPM ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. CPMന്റെ ബന്ധുക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെയാണ്, ഏതൊക്കെ നിലയ്ക്കുള്ള ബാന്ധവങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ടെന്ന ക്വസ്റ്റ്യനും ഇവിടെ ഉയർന്ന് കേൾക്കുകയാണ്. ഈ വിഷയങ്ങൾ സംസാരിക്കുകയാണ് നമ്മൾ. എന്നോടൊപ്പം കോൺഗ്രസ് നേതാവ് ശ്രീ തൗഫീഖ് രാജൻ, ഒപ്പം ശ്രീ രാജേഷ് ചിറപ്പാട്, ഇടത് സഹയാത്രികൻ ശ്രീ MN കാരശ്ശേരി, നിരീക്ഷകൻ എന്നിവരാണുള്ളത്. ആദ്യം ശ്രീ തൗഫീഖ്, കോൺഗ്രസ് UDF ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഈ ഡീൽ ആരോപണമാണോ? ആ ഡീൽ ആരോപണം കേട്ടിട്ട് ജനം ഒന്നാകെ ഒഴുകി വന്ന് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തോളും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല ജിംഷാദെ, ഞങ്ങൾ ഡീലിനപ്പുറത്തേക്ക് ഡീൽ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട് മുന്നോട്ട് പോകും. കാരണം UDF നേരിടുന്നത്, ടീം UDF നേരിടുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് CPMും BJPയും ഉൾപ്പെടുന്ന CJP സഖ്യത്തെയാണെന്നുള്ള കാര്യം തർക്കമില്ല. അതിനപ്പുറത്തേക്ക് ഇവിടെ നിഷാദ് ചോദിച്ച ചോദ്യത്തിന് ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് കേവലം ഡീൽ ഉയർത്തി മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന സമസ്ത മേഖലകളും തച്ചു തകർത്ത ജനവിരുദ്ധ ജനദ്രോഹ സർക്കാരുകൾക്കെതിരെ പൊതുസമൂഹത്തിൽ വിലയിരുത്തുക, പൊതുസമൂഹത്തിന്റെ വികാരം പ്രതിഫലിപ്പിക്കുക, ആ തലത്തിലേക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ നിഷാദിനെ അറിയാമല്ലോ, സമസ്ത മേഖലകളിലും ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തകർക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, ഓരോ വകുപ്പായി ഓരോ മേഖലയായി എടുത്ത് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ആരോഗ്യ മേഖല, ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിൽ സമസ്ത മേഖലകളും എടുത്ത് പരിശോധിച്ചാൽ നോക്കിയാൽ ആരോഗ്യ മേഖല പൂർണ്ണ പരാജയമായി മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ആരോഗ്യ മേഖല വെന്റിലേറ്ററിലായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ആരോഗ്യ മേഖലയുടെ പ്രശ്നമായാലും കൊള്ളാം, പോലീസിന്റെ പ്രശ്നമായാലും എല്ലാം നിങ്ങൾ കാലങ്ങളായി ഉന്നയിക്കുന്നതാണ്. നിങ്ങൾക്ക് വിശദീകരിക്കുക ഇനിയും പറയാനുണ്ടാവും. എന്റെ ചോദ്യം അതല്ല. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കൊരു അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്കൊരു മുദ്രാവാക്യം സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ്? കഴിഞ്ഞ 4-5 ദിവസമായി നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യം ഡീൽ ആരോപണമാണ്. ആ ഡീൽ ആരോപണത്തിലാണ് നിങ്ങൾ ഊന്നുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. ഒരു സംഗതി ഉണ്ടാവണമല്ലോ ഏത് തെരഞ്ഞെടുപ്പിലും. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശബരിമലയായിരുന്നു. പോറ്റിയെ കയറ്റി എന്ന പാട്ടായിരുന്നു. അതിലാണ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിട്ട് പ്രവർത്തിച്ചത്. ഇവിടെ നിങ്ങൾ എന്തൊക്കെയോ പറയുന്നു. അതിനോട് ഡീൽ ഞാൻ ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് ഏത് വിഷയം ഉന്നയിക്കാം, ഏത് വിഷയത്തിൽ നിങ്ങൾ കേന്ദ്രീകരിക്കാം. നിങ്ങളുടെ വിഷയം ഡീലാണോ ഞാൻ ചോദിക്കുന്നത്? നിഷാദ, എന്ത് സംശയം? ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതിനെ പരാമർശിച്ചാണ് അങ്ങനെയൊരു ചോദ്യം ഉണ്ടായെങ്കിൽ, ഇവിടെ പാലക്കാട് സീറ്റിലടക്കം UDF വോട്ട് ഭിന്നിപ്പിച്ചുകൊണ്ട് അത് BJPയെ ജയിപ്പിക്കുക എന്നുള്ളതാണ് CPMന്റെ ഉദ്ദേശം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ നിഷാദിനോട് 1-2 ഉദാഹരണം പറയാം. അതായത് ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ്. ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഒരു മണ്ഡലത്തിൽ, അതായത് BJPക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നത് 2020 ആണ്. ഈ 2020 BJP പാളയത്തിൽ NDA പാളയത്തിൽ എത്തിയത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. അപ്പൊ BJPയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള റാന്നിയിൽ 2020 മത്സരിക്കുന്നു. കോന്നിയിൽ ഞങ്ങളുടെ DCC അധ്യക്ഷൻ പ്രൊഫസർ സതീഷ് കൊച്ചോർബിൽ മത്സരിക്കുന്ന സീറ്റിൽ മുൻപ് നിഷാദിന് അറിയാമല്ലോ, BJPയുടെ A ക്ലാസ് മണ്ഡലം എന്ന് വിധിയെഴുതിയ സ്ഥലത്ത്, A ക്ലാസ് മണ്ഡലം എന്ന് പരാമർശിച്ച സ്ഥലത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് സുരേന്ദ്രൻ മത്സരിച്ച സ്ഥലത്ത് ഇപ്പോ പേര് പോലും സത്യം പറഞ്ഞ ആർക്കും അറിയില്ല. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ് BJPക്കായി അവതരിക്കുന്നത്. അപ്പൊ NDAക്കായി അവതരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോ ഈ മുൻകാലങ്ങളിൽ അടക്കം ഈ സർക്കാർ ഏതെല്ലാം തലത്തിൽ ഏതെല്ലാം ഘട്ടത്തിൽ ഈ സംഘപരിവാർ സംഘടനകളുമായി BJPയുമായി രഹസ്യബാന്ധവം, രഹസ്യ ഡീൽ എന്നുള്ളത് നമ്മൾ പലകുറി ചർച്ച ചെയ്ത് മുന്നോട്ട് പോയതാണ്. ഈ ഘട്ടങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് നിഷാദെ ഇവിടെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്, CJP സഖ്യം ടീം UDFനെ പരാജയപ്പെടുത്താനായി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് സീറ്റിൽ ഉൾപ്പെടെ കേരളത്തിലെ പ്രധാനപ്പെട്ട സീറ്റുകളടക്കം ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായാസ്ത്രവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ സത്യത്തിൽ സാക്ഷാൽ കാരണഭൂതന്റെ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കാരണഭൂതന്റെ ലക്ഷ്യം സംഘപരിവാറിനെങ്കിൽ സംഘപരിവാറിന് വിനീത വിധേയനായി നിന്ന പിണറായി 3.0 യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് കേരളത്തിന്റെ കാരണഭൂതന്റെ ലക്ഷ്യമെങ്കിൽ
അത് വിലപോകില്ല. ഒരു താമരയെങ്കിലും വിജയിപ്പിക്കണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ ആ രാജീവ് ചന്ദ്രശേഖറിന് പോലും മത്സരിക്കുന്ന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പോലും അത്തരത്തിലൊരു താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിനപ്പുറത്തേക്ക് അവരെക്കാൾ ആഗ്രഹിക്കുന്നത്, അവരെക്കാൾ അതിന് താല്പര്യപ്പെടുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്ന സാഹചര്യം ഇത്തരത്തിൽ പാലക്കാട് പറഞ്ഞു വെക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഉദാഹരണ സഹിതം നമുക്ക് സംബന്ധിക്കാം. അതായത് നിഷാദെ, പാലക്കാട് ഈ പറയുന്ന BJPക്ക് CPM-ന് 2 സ്ഥാനാർത്ഥികൾ നമ്മൾ എടുത്ത് പരിശോധിക്കാമല്ലോ. പാലക്കാട് ആരാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥിയായി, ഈ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി കടന്നു വന്നതെന്ന് നമ്മൾ കണ്ടതാണ്. ആരൊക്കെയാണ് ആ ഘട്ടത്തിൽ ആ മേഖലയിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ആരൊക്കെ സാധ്യതാ പട്ടികയാണ് കൈമാറിയതെന്നും ആ പട്ടികയിൽ ഉൾപ്പെട്ട ആളാണോ അവസാന നിമിഷം സ്ഥാനാർത്ഥിയായതെന്നും ഒക്കെ നമ്മൾ കണ്ടതാണ്. പാലക്കാട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഫിരിയാനി എന്നിയപ്പോ പിരിപോയ സലിന്റെ പേരും ആ ലിസ്റ്റിലുണ്ടായിരുന്നു. ആ സലിനെ പോലെ ഒന്ന് സ്ഥാനാർത്ഥിയാക്കാതെയാണ് ഇവർ മുന്നോട്ട് പോയെന്നൊക്കെ പറയുമ്പോ പ്രകടമാണ്. ഇവിടെ ഡീൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഡീൽ മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് ഇവിടെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷം ഡീൽ എന്ന തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായും കൃത്യമായും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. തൗഫീഖ് പറയുന്നതിനകത്തൊരു ഒരു ശബ്ദത്തിനൊരു ക്ലാരിറ്റി പ്രശ്നമുണ്ട്. അത് നിങ്ങളുടെ ഹെഡ്സെറ്റിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നിങ്ങൾ പറഞ്ഞ പ്രോപ്പറായി ഇവിടെ വൃത്തിയായി കേൾക്കുന്നില്ല. അത് നോക്കട്ടെ. ശരി, ഞാനൊന്ന് പറയാമേ. SDPIയുടെ നേതാവ് ശ്രീ അൻസാരി ഏനാത്ത് എന്നോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അൻസാരി, SDPIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ തുളസീധരൻ പള്ളിക്കൽ എന്ന് പറഞ്ഞത് താങ്കൾ കേട്ടോ? ഞാൻ പൂർണ്ണമായും കേട്ടില്ല. അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഒരു കയ്യിൽ SDPIയെയും മറുകൈയിൽ BJPയെയും ചേർത്ത് പിടിച്ച് പിണറായി വിജയൻ ഒരു ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നാണ്. എന്ന് വെച്ചാൽ UDFന് എവിടെയൊക്കെ സീറ്റ് കുറയ്ക്കാൻ കഴിയുമോ ആ സീറ്റ് കുറയ്ക്കാൻ, അത് BJP വിജയിച്ചാലും വേണ്ടില്ല, UDFന്റെ സീറ്റ് കുറയ്ക്കുക എന്നതാണ് പരിപാടി എന്ന് SDPIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറയുന്നു. തുളസീധരൻ പള്ളിക്കൽ അങ്ങനെ പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ കേട്ടിട്ടില്ല. ഞാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരുന്നു ഇന്ന് മലപ്പുറത്ത്. അതുപോലെ പാർട്ടിയുടെ സംസ്ഥാന ലീഡർഷിപ്പ് ഇലക്ഷൻ കോൺക്ലേവ് നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു. ഇങ്ങനൊരു വാർത്ത വന്നു എന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഏതായാലും പിന്നീട് തുളസീധരൻ പള്ളിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് എനിക്ക് അറിയില്ല. ശരി, ഞാൻ അത് കേൾപ്പിക്കാൻ വേണമെങ്കിൽ. പക്ഷെ ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള പ്രധാനപ്പെട്ട ഉന്നതതല യോഗങ്ങൾ കഴിഞ്ഞുവല്ലോ. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ജയിക്കട്ടെ എന്നാണോ തീരുമാനം? പാർട്ടി അതിന്റെ നിലപാട് അതിന്റെ കൃത്യസമയത്ത് പറഞ്ഞോളും, പ്രശ്നമില്ല. എന്തായാലും ഞങ്ങള് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു, ഇന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷവും ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയൊന്നും വേണ്ട എന്നതിലാണോ നിങ്ങളുള്ളത്? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണും. എന്നുവെച്ചാൽ ഈ നേരത്തെ ഉണ്ടായിരുന്ന എന്തു വന്നാലും സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ല എന്നുള്ള പൊസിഷൻ ഈ ചർച്ചയിൽ ആവർത്തിക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നില്ല? ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെയും വീഡിയോ ചാനലിൽ പറഞ്ഞിരുന്നു, നമ്മൾ സ്ഥാനാർത്ഥിത്വം നിർത്തിയിരിക്കുന്നത് ഏതെങ്കിലും മുന്നണി, ഇപ്പം ഏതെങ്കിലും അന്ധമായ UDF വിരോധം കൊണ്ടോ മറ്റോ കൊണ്ടോ അല്ല. SDPയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ആ പാർട്ടി ഇലക്ഷനിൽ ഇടപെടേണ്ട പാർട്ടിയാണ്. അതിന്റെ ഭാഗമായിട്ട് പാർട്ടിയുടെ വളർച്ചയും പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക് മാത്രമാണ് ഞങ്ങൾ കരുതിയിട്ടുള്ളത്. നിങ്ങൾ എന്തിനാണ് അൻസാരി സ്വയം ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സ്വയം കള്ളം പറയുന്നത്? നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള മനുഷ്യന്മാരോട് കള്ളം പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേങ്ങരയിൽ നിർത്തിയിട്ടില്ല, പൂഞ്ഞാറിൽ നിർത്തിയിട്ടില്ല, പാലക്കാട് നിർത്തിയിട്ടില്ല, അമ്പലപ്പുഴയിൽ നിർത്തിയിട്ടില്ല. നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ തോതിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരിടത്തും നിർത്തിയിട്ടില്ല. നിങ്ങൾ UDFനെ തോൽപ്പിക്കാനും അവരുടെ സീറ്റ് നമ്പർ കുറയ്ക്കാനുള്ള സ്ഥലത്തെ നിർത്തിയിട്ടുള്ളൂ. അത് CPM-ന് താല്പര്യമാണ്. CPM ആണ് അതിന്റെ ബെനിഫിഷ്യറി. അത് എല്ലാവർക്കും അറിയാം. പത്രം വായിക്കുന്നവരല്ലേ മലയാളികൾ, ആളുകൾ വാർത്ത കാണുന്നവരല്ലേ. നിങ്ങളിങ്ങനെ സ്വയം കബളിപ്പിക്കാമോ അൻസാരി? എവിടെ നിർത്തേണ്ടെന്നും എവിടെ സ്ഥാനത്ത് നിർത്തേണ്ടതില്ല എന്നുള്ളതും SDPയുടെ ബോഡിയാണ്, അതിന്റെ സംസ്ഥാന പ്രവർത്തക സമിതിയാണ് തീരുമാനിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ടാകും. ഓരോ മണ്ഡലങ്ങളിൽ നിർത്തുന്നതിനും പല കാരണങ്ങളുണ്ടാകും. പല കാരണങ്ങളിൽ ഒന്ന് ഈ മഞ്ചേശ്വരത്ത് UDFന്റെ ഒരു നമ്പർ കുറയ്ക്കുക എന്നുള്ളതല്ലേ നിങ്ങളുടെ ഒരു കാരണം? UDFന്റെ നമ്പർ കുറയ്ക്കുക എന്നുള്ളതല്ലോ. അങ്ങനെ എന്താ പറയുന്നത്? UDFന്റെ നമ്പർ അല്ല, മഞ്ചേശ്വരത്ത് നിർത്തുന്നതിന് വേറെ എന്താ ഒരു റീസൺ ഉള്ളത്? ഞാൻ ചോദിക്കുന്നത്, വേങ്ങരയിൽ നിർത്താത്തതിന്, അമ്പലപ്പുഴയിൽ നിർത്താത്തതിന്, പൂഞ്ഞാറിൽ നിർത്താത്തതിന്, പാലക്കാട് നിർത്താത്തതിനുള്ള കാരണങ്ങളുണ്ടല്ലോ. അതുപോലെ മഞ്ചേശ്വരത്ത് നിർത്തിയതിന് ഒരു കാരണം പറയാവോ? മഞ്ചേശ്വരത്ത് പാർട്ടിക്ക് ഭാവിയിൽ MLA ഉണ്ടാകാൻ കഴിയുന്ന ഏറ്റവും പാർട്ടിക്ക് അടിത്തറയുള്ളൊരു മണ്ണാണ്. ഏത് 5000 വോട്ടാണ് നിങ്ങളുടെ? 5000 വോട്ട് കൊണ്ടാണോ നിങ്ങൾ MLA ഉണ്ടാക്കാൻ പോകുന്നത്? 5000 വോട്ടെന്ന് നിഷാ റാവുത്തർക്ക് എങ്ങനെ അറിയാം?
പിന്നെ എത്ര കിട്ടും? കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞങ്ങൾ അതിനകത്ത് ഭൂരിപക്ഷം പിന്നെ വാർഡുകളിൽ മത്സരിക്കാതെ 8,000 വോട്ട് നേടിയ ഒരു പ്രദേശമല്ലേ. 5 പഞ്ചായത്തുകളിൽ വളരെ സാന്നിധ്യമുള്ള പിന്നെ ഒരു പാർട്ടിയല്ലേ അവിടെ. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ വോട്ടിലോ ലോക്കൽ ബോഡിയുടെ പാറ്റേൺ ആണോ നിയമസഭയിൽ ഉണ്ടാവുക? പോട്ടെ, ഇനി ഉണ്ടാവുന്ന വെക്കാം. നിയമസഭയിൽ നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് പലയിടത്തും മത്സരിപ്പിച്ചിട്ടില്ലല്ലോ. കഴിഞ്ഞ ലോക്കൽ ബോഡിയിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ, ആലപ്പുഴയിൽ ഇത്തവണ എന്താ സ്ഥാനാർത്ഥി ഇല്ലാത്തത്? ഈ ലോക്കൽ ബോഡി പെർഫോമൻസിന്റെ കഥ പറഞ്ഞ് നിങ്ങൾ മഞ്ചേശ്വരത്ത് നിർത്തുന്നു, പക്ഷെ അമ്പലപ്പുഴ ഇല്ല. മഞ്ചേശ്വരം UDFന്റെ വക്കാലത്തും PR ഏറ്റെടുത്തോണ്ട് നൗഷാദ് റാവുത്തർ ഇതിനെ SDPയുടെ മേൽ വരരുത്. ഞാൻ ചോദിക്കുന്നത് അതാണ്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നന്നായി പെർഫോം ചെയ്ത സ്ഥലമാണ് മഞ്ചേശ്വരം, അതുകൊണ്ട് നിർത്തി, ഞങ്ങൾക്ക് ഭാവിയിൽ MLA ഉണ്ടാകുന്നു. നന്നായി പെർഫോം ചെയ്ത സ്ഥലമാണ് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ. അവിടെ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ നിങ്ങളുടെ പെർഫോമൻസ് ഹൈ ആയിരുന്നു. എന്നിട്ട് പക്ഷെ നിങ്ങൾ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ലോക്കൽ ബോഡിയിലെ പെർഫോമൻസ് നോക്കിയാണ് നിയമസഭയിൽ ആൾക്കാരെ ഫീൽഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് പച്ച നുണയാണ്. അൻസാരി, ശരി, അദ്ദേഹം കട്ട് ചെയ്തു. ശരി, SDPIക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സന്ദർഭത്തിന് നടുവിലാണ് അവരുള്ളതെന്നതിൽ തർക്കമില്ല. അവർക്ക് ഇപ്പോഴും പറയാൻ കഴിയാത്ത തരത്തിലുള്ള കുടുക്കുകൾ അവരുടെ മുമ്പിലുണ്ട് എന്നത് കാണാം. ശ്രീ രാജേഷ് ചെറുപ്പാട്, SDPI എടുത്തിരിക്കുന്ന ഈ വിദണ്ഡ നിലപാടിൻ്റെ ബെനഫിഷ്യറി ലെഫ്റ്റ് അല്ലാതെ മറ്റാരുമല്ല ഇന്ന് കേരളത്തിൽ. നമ്മൾ SDPI എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ചെറിയ പാർട്ടിയോ മറ്റുമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 40 മണ്ഡലത്തിലാണ് മറ്റാണ് നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയത്തില്ല എത്ര മണ്ഡലത്തിൽ നിൽക്കുന്നു, എത്ര മണ്ഡലത്തിൽ SDPI മത്സരിക്കുന്നു, അതിൻ്റെ നേതാവിന് തന്നെ അറിയത്തില്ല. അപ്പോൾ നമ്മളിപ്പം ഇതിനെക്കുറിച്ച് ഇപ്പോൾ SDPI ഒരു വലിയ രാഷ്ട്രീയപരമായ ഏതെങ്കിലും തരത്തിൽ LDFനെയോ UDFനെയോ വിജയത്തെ സ്വാധീനിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ട് ഞാൻ കാണുന്നില്ല. ഏതായാലും അത് ഞാൻ അങ്ങനെയല്ല അതിനെ കാണാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ തൗഫീക്ക് പറയുന്ന ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് UDF വീണ്ടും ഈ പറയുന്ന ഡീൽ വിവാദവുമായിട്ട് അവരുടെ ദേശീയ നേതാക്കളടക്കമുള്ള ആളുകൾ ഈ ഡീൽ ഇവിടെ വലിയ ഡീല് നടക്കുന്നു, BJPയുമായി ഡീല് നടക്കുന്നു എന്നുള്ള അങ്ങേയറ്റം അവാസ്തവമായിട്ടുള്ള, അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പോൾ മീഡിയ വൺ ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം മീഡിയ വൺ ആ വിഷയം ഏറ്റെടുത്തൊരു വിഷയമാണ്. ശ്രീ സണ്ണി M കവിക്കാട് UDF സ്ഥാനാർത്ഥിയായി വൈക്കത്ത് മത്സരിക്കുന്നു എന്നുള്ള ഒരു നില വരികയും അത് പല രീതിയിൽ ഏറിയപ്പെടുകയും ആദ്യമായിട്ട് അത് ഏറെ ചെയ്തത് മീഡിയ വണ്ണാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ആ UDF സ്ഥാനാർത്ഥിത്വം പല കോണുകളിൽ നിന്നും അദ്ദേഹം UDF സ്ഥാനാർത്ഥിയെ ഉറപ്പിക്കുന്നു എന്നുള്ള തലത്തിലുള്ള പല കോണുകളിൽ നിന്നുള്ള ചർച്ചകൾ ഉയർന്നു വന്നു. പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ അദ്ദേഹത്തിന് വൈക്കത്ത് ആകട്ടെ മറ്റെവിടെയും ആകട്ടെ അദ്ദേഹം UDFൻ്റെ സ്ഥാനാർത്ഥിയല്ല എന്നുള്ളൊരു നിലയാണ് വന്നത്. അപ്പോൾ സണ്ണി M കവിക്കാട് പറഞ്ഞ ഒരു വാക്കുകളുണ്ട്. പത്രക്കാരോടാണ്, മാധ്യമങ്ങളോടാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള, എനിക്ക് നിഷേധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം RSSൻ്റെ സ്വാധീനമാണ്. ഇത് എല്ലാ കാര്യങ്ങളും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയാവുന്ന അല്ലേ? ഇത് ഞാൻ പറഞ്ഞതല്ല, സണ്ണി M കവിക്കാട് പറഞ്ഞ കാര്യമാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സണ്ണി M കവിക്കാട്, ഞാൻ പറയുന്നത് സണ്ണി M കവിക്കാട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇതിൽ നിന്ന് കേരളത്തിലുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്ന എന്താണ്? അപ്പം UDFനകത്ത് തന്നെ വളരെ കൃത്യമായിട്ടുള്ള വരേണ്യ സവർണ RSSൻ്റെ സ്വാധീനമുണ്ടെന്നും അവർ തമ്മിൽ വലിയ തരത്തിലുള്ള പല ഡീലുകളുണ്ടെന്നുമല്ലേ അതിൻ്റെ അകത്ത് നാം വ്യക്തമാക്കേണ്ട ഒരു കാര്യം. ഞാൻ വീണ്ടും ചോദിക്കുകയാണ് രാജേഷ്, മറുപടി പറയുന്നതാണ്. സണ്ണി M കവിക്കാട് തന്നെ പറഞ്ഞു താൻ സ്ഥാനാർത്ഥിയാകുമെന്ന് വന്നപ്പോൾ സംഘപരിവാരം വലിയ സമ്മർദ്ദമുണ്ടാക്കി. ആ സമ്മർദ്ദത്തെ മറികടക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. കോൺഗ്രസ് മറുപടി പറയേണ്ട കാര്യമാണ്, തർക്കമില്ലാതെ. ഞാൻ ചോദിക്കുന്നത് വീണ്ടും SDPI എന്ന് പറയുന്ന കക്ഷി ഈ തെരഞ്ഞെടുപ്പിൽ 40 മാത്രമേ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളൂ. അവർക്ക് നന്നായി പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന പലയിടത്തും അവർ നിർത്തിയിട്ടില്ല. മറിച്ച് നാരോ എഡ്ജിൽ, ചെറിയ മാർജിനിൽ UDF കയറിക്കൂടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് അവർ സ്ഥാനാർത്ഥികളെ നിർത്തിച്ചിരിക്കുന്നത്. അവിടെ UDFൻ്റെ വിജയം തടയുക എന്നാണ് ഇത്തവണ SDPയുടെ പരിപാടി എന്ന് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. അതിൻ്റെ ബെനഫിഷ്യറി ലെഫ്റ്റാണ്, ഒരിക്കലും UDF അല്ല. നിങ്ങൾ അവരും തമ്മിൽ ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് SDPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഇന്നിപ്പോൾ മീഡിയാവിനോട് സംസാരിക്കും പറഞ്ഞു. ഒരു കൈയിൽ BJPയെയും മറുകൈയിൽ SDPയെയും വെച്ച് പിണറായി വിജയൻ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന്. ഇത് വിശദീകരിക്കാമോ നിങ്ങൾ ശ്രീ രാജേഷ്? ആര് പറഞ്ഞു?
SDP നേതാക്കന്മാർ പറഞ്ഞതാണ്, ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. SDP സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ എന്ന് പറയാണ്. എന്താ പറഞ്ഞത്, ഒന്നുകൂടെ പറയാമോ? അത് ഒരു കയ്യിൽ SDP-യും ഉണ്ടാക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ. കാരണം എന്താണ്, മഞ്ചേശ്വരത്ത് സാധാരണ നിലയ്ക്ക് SDP മത്സരിക്കാൻ ഒരു സാധ്യതയില്ലാത്ത പാടില്ലാത്ത ഒരു സ്ഥലം, അവരുടെ രാഷ്ട്രീയ നയം വെച്ചിട്ടാണെങ്കിൽ അവിടെ മത്സരിക്കുകയാണ് അവർ. അങ്ങനെ അവർ മത്സരിച്ചാൽ എന്ത് പറ്റും? അവിടെ UDF-ന്റെ കാൻഡിഡേറ്റ് തോക്കും. അപ്പോൾ നിയമസഭയിൽ UDF മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈവെക്കാനുള്ള ഒരാളുടെ എണ്ണം കുറയും. അങ്ങനെ കുറയ്ക്കാൻ പറ്റുന്ന തരത്തിൽ ചെറിയ മാർജിനിൽ ജയിക്കാൻ സാധ്യതയുള്ള എല്ലായിടത്തും അവർ സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുകയാണ്. അത് അവരുടെ നേട്ടമല്ല അവർ നോക്കിയിരിക്കുന്നത്. UDF-ന് 500 എങ്കിൽ 500 വോട്ട്, 1000 എങ്കിൽ 1000 വോട്ട് കുറയ്ക്കാനുള്ള പണി എന്ന് നിലയ്ക്കാൽ അവരെടുത്തിരുന്ന പണി മുഴുവൻ. അവർക്ക് പാലക്കാട്ട് സ്ഥാനാർത്ഥിയില്ല, അവർക്ക് പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥിയില്ല, അവർക്ക് നോക്കൂ വേങ്ങരയൊക്കെ നന്നായി പെർഫോം ചെയ്തു, അവിടെ ഒന്നും സ്ഥാനാർത്ഥിയില്ല. പക്ഷെ അവർ ചിലയിടത്ത് സ്ഥാനാർത്ഥികളെ കൃത്യമായി നിർത്തിയിരിക്കുന്നു. ആ സ്ഥാനാർത്ഥികൾ ന്യായമായി പെർഫോം ചെയ്താൽ അവിടെ UDF തോക്കും. നിങ്ങളാണ് ഇതിന്റെ ബെനിഫിഷ്യറി. അപ്പോൾ ഇതൊരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഞാനങ്ങനെ UDF തോക്കോ ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ LDF-ന് ഇതുകൊണ്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടാകുന്ന ആണല്ലോ നിങ്ങളുടെ ഊന്നല്, നിങ്ങളുടെ ചോദ്യം അതാണല്ലോ. LDF-ന് ഇതുകൊണ്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടാകുമോ, അതാ UDF ഇതുകൊണ്ട് തോക്കാൻ പോകുന്നു എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ഊന്നൽ, അവിടെയാണല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് ഇതുകൊണ്ടൊന്നും LDF-ന് ഏതെങ്കിലും തരത്തിൽ പരിക്കുണ്ടാകുമെന്നോ SDP വഴി എന്തെങ്കിലും പ്രത്യേക നേട്ടമുണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഡീല് ഉണ്ടായിട്ടുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കത് അങ്ങനെ ആ രീതിയിൽ അതിനെ വിശകലനം ചെയ്യാനും പറ്റില്ല. ഇത് നമുക്കിതിനൊന്നും കൃത്യമായ തെളിവുകളില്ലാത്തത് കൊണ്ട്, കൃത്യമായ ആധികാരികമായ തെളിവുകളില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തൊരു വിശകലന സ്വഭാവത്തിൽ മാത്രമേ ഈ വിഷയങ്ങളെ സമീപിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ അതുപോലെ തന്നെ പറയുന്നത് പിന്നെ ഏതാണ്ട് ഈ കോന്നി പോലുള്ള മണ്ഡലം, കോന്നിയിലൊക്കെ 10,000-ത്തിനടക്കം ഭൂരിപക്ഷമുള്ള, റാന്നിയിലൊക്കെ വൻ ഭൂരിപക്ഷത്തോടു കൂടി LDF ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ എന്ത് ഡീലുണ്ടെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇങ്ങനെ ഈ ഡീലും പറഞ്ഞുകൊണ്ട് എത്ര കാലം ഇത് നിങ്ങൾ ഇന്നേക്ക് 15-ാം ദിവസം ജനങ്ങൾ മുഴുവൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള കാഴ്ചപ്പാടുമില്ല. നിങ്ങൾക്ക് ഇത് പറഞ്ഞുകൊണ്ട് LDF-നെ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് പലതരത്തിലുള്ള നുണകളിലൂടെ, പലതരത്തിലുള്ള നരേഷനിലൂടെ ഇങ്ങനെ നിരന്തരം LDF-നെ പലതരത്തിൽ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഇതാ പ്രതിഭ എന്ന് പറയുന്ന ആ MLA-ക്കെതിരെ എന്തുമാത്രം മോശം വർത്തമാനമാണ് പറഞ്ഞതല്ലേ. എനിക്ക് തന്നെ അതൊന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ എന്തുമാത്രം വളരെ മോശം, അവരുടെ കണ്ണീര് അവർ കരഞ്ഞുകൊണ്ടാണ്. അവർ വളരെ ഒരു പൊളിറ്റിക്കലായ ഒരു സ്ത്രീയാണ്, അവർ പോലും കരഞ്ഞു പോകുന്നു എന്ന് പറയാൻ വേണ്ടി എന്തുമാത്രം ഒരു UDF-ൻ്റെ ഒരു മണ്ഡലം, കായംകുളം മണ്ഡലം കൺവീനറാണ് പറയുന്നത്. സ്ത്രീകളടക്കം ഇരിക്കുന്ന ഒരു ബഹുജനങ്ങളിരിക്കുന്ന ഒരു വേദിയിൽ വെച്ച് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുകയാണ്. എന്താണിതൊക്കെ? ഇവരൊക്കെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസമാണ് ഇവർക്കുള്ളത്? ഏത് തരത്തിലുള്ള ജനാധിപത്യ ബോധമാണുള്ളത്? ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോഴാണ് ഒരു സത്യമായിട്ട് എന്തെങ്കിലും ബന്ധം വേണ്ടേ? ഏതെങ്കിലും കാര്യത്തിൽ സത്യമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. LDF-ന് ഇപ്പം തൽക്കാലം BJP-ആയിട്ടോ മറ്റേതെങ്കിലും വർഗീയ ശക്തികളായിട്ടോ കൂട്ടുകൂടേണ്ടതായ ഒരു കാര്യവുമില്ല. അന്നുമില്ല, ഇന്നുമില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ കൂട്ട് മുഴുവൻ കൂടുന്നതാരാണ്? UDF-ആണ് അല്ലേ? UDF-ആണ് കൂട്ടുകൂടുന്നത്. UDF-ആണ് അത്തരം ശക്തികളുമായി ബാന്ധവം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ചരിത്രമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്, UDF അല്ലേ? അതിൻ്റെ വലിയ ചരിത്രമുണ്ട്. നിയമം മുതലോ കോലീബി സഖ്യം മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ചരിത്രം തുടങ്ങുന്നു. എവിടെയെല്ലാം അല്ലേ? ഇതിൻ്റെ വോട്ട് പാറ്റേണ്ട കഥകളൊന്നും നമ്മൾ പറയാൻ സമയമില്ല. ഞാൻ പറയാം. ശരി, CMN കാരശ്ശേരി, ഈ തെരഞ്ഞെടുപ്പിൽ UDF പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സംഗതി ഡീൽ എന്ന് പറഞ്ഞ ആക്ഷേപമാണ്. അതിനെന്തുമാത്രം ഒരു പ്രകടന സാധ്യത ഉള്ള ഒരു വിഷയമാണ് എന്ന് താങ്കൾ കാണുന്നു? ഓരോ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട അജണ്ടയും വിഷയവും. കഴിഞ്ഞ ലോക്കൽ ബോഡിയിൽ നമ്മൾ കണ്ടത് പോറ്റിയെ കയറ്റിയെ ശബരിമല പോലുള്ള സംഗതിയാണ്. ഇത്തവണ UDF-ന്റെ വിജയ സാധ്യതയെ ഇല്ലാതാക്കാൻ, ഏത് വിധേനയും മൂന്നാമത് വരാൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള പരാജയങ്ങളിലൂടെ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേറൊരു അവിശുദ്ധ ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന ആരോപണം 5 ദിവസമായി കണ്ടിന്യൂസ് ആയിട്ട് കോൺഗ്രസ് ഉന്നയിക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മർമ്മകേന്ദ്രമായി മാറുമോ? അതൊരു പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് മാറുമോ? ആ വിഷയം എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നിഷാദ്, ഈ ചർച്ച മിക്കവാറും നമുക്കൊരു തെളിവില്ലാതെ നടക്കുന്നൊരു കാര്യമാണിത്. ഇത് കൃത്യമായി ഇങ്ങനെ നടന്നോ ഇല്ലേ എന്ന് പറയണമെങ്കിൽ ശരിക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ സാഹചര്യം കൊണ്ട് അത്തരത്തിൽ ചിലതൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്
എന്ന് ഊഹിക്കാനൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ SDP പറ്റി ഇപ്പോൾ താങ്കൾ വിശദമായിട്ട് പറഞ്ഞല്ലോ. അതിന് മറുപടി ഇല്ലാതെ അതിൻ്റെ നേതാവ് ചർച്ചയിൽ നിന്ന് വഴിമാറിപ്പോയി. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അതിൻ്റെ വലിയൊരു തെളിവായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ പറയാറുള്ള ഒരാൾ ഹൈദരാബാദിലെ ഉവൈസിയാണ്. അദ്ദേഹം പലയിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് BJPക്ക് സൗകര്യം കിട്ടുന്ന മട്ടിൽ ന്യൂനപക്ഷ വോട്ടുകൾ നേടിയെടുക്കുക, അങ്ങനെ BJPയെ സഹായിക്കുകയാണ് ഉവൈസിയുടെ വർഗീയ രാഷ്ട്രീയം ചെയ്യുന്നതെന്ന് വളരെ വലിയ ആക്ഷേപം ദേശീയാടിസ്ഥാനത്തിലുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ SDP നേതാവ് മറുപടി ഇല്ലാതെ ആയിപ്പോയത് തന്നെ അതിൻ്റെ സാഹചര്യം കൊണ്ട് ഇത്തരത്തിൽ ഊഹിക്കാവുന്ന മട്ടിൽ, കാരണം അവർ നിർത്തേണ്ടതാണ് എന്ന് തോന്നുന്ന മണ്ഡലങ്ങൾ നിർത്താതിരിക്കുകയും അവർക്ക് അത്യാവശ്യമല്ല എന്ന് തോന്നുന്ന മണ്ഡലങ്ങൾ നിർത്തുകയും ചെയ്യുമ്പോൾ അത് സാധാരണഗതിയിലുള്ള യുക്തിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഡീല് എന്ന് പറയുന്നത് ചിലപ്പോൾ പഴയ വേറൊരു സിനിമാ ശൈലിയിൽ പറഞ്ഞാൽ ഈ അന്തർധാര, അപ്പോൾ ഒരു അവിശുദ്ധമായ ഒരു ഗൂഢാലോചന, അത്തരം ഒരു അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ട് ഉണ്ട് എന്ന് വിചാരിക്കാവുന്ന സാഹചര്യമാണുള്ളത്. അതിനിപ്പോൾ ഞാനീ പറയുമ്പോൾ എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. ഇതിപ്പോൾ UDF LDFനെ പറ്റി പറയുന്നുണ്ട്, LDF UDFനെ പറ്റിയും പറയുന്നുണ്ട്, ഒരു ഭാഗം മാത്രമല്ല. ഓക്കെ, തെളിവിൽ പ്രധാനപ്പെട്ട തെളിവ് ഈ ഡീലുമായി ബന്ധപ്പെട്ട് തെളിവുകൾ കാരശ്ശേരി താങ്കൾക്ക് അറിയാവുന്ന പോലെ അങ്ങനെ ഒരു വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള തെളിവുകൾ കണ്ടെത്തുക പ്രയാസമായിരിക്കും. പക്ഷേ നമുക്ക് രാഷ്ട്രീയം വായിച്ചെടുക്കാൻ കഴിയില്ല. SDP പോലൊരു പാർട്ടി എവിടെയൊക്കെ ആളുകളെ മത്സരിപ്പിക്കുന്നു, അങ്ങനെ മത്സരിപ്പിക്കുമ്പോൾ എവിടെയൊക്കെ മത്സരിപ്പിക്കാതിരിക്കുന്നു, അസാധാരണമായ ചില ഫീൽഡിംഗ് നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താവ് ആരാണ്, അതിൻ്റെ നഷ്ടമാർക്കാണ്, നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ. അല്ലാതെ ഇപ്പോൾ അവരുടെ ചർച്ചയുടെ അന്തർധാര വിശദാംശങ്ങൾ കിട്ടുക പ്രയാസമായിരിക്കും. ശ്രീ അൻസാരി എന്നോടൊപ്പം വീണ്ടും ഉണ്ട്. നേരത്തെ അദ്ദേഹത്തിൻ്റെ ഫോൺ യാത്രയിൽ കട്ടായി പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ അൻസാരി, അതായത് ഈ തുളസീധരൻ പള്ളിക്കൽ പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, പിണറായി വിജയൻ നിങ്ങളുമായി ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണ്, UDFനെ തോൽപ്പിക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ നിങ്ങൾക്ക് സ്ഥാനാർത്ഥികളുള്ളൂ, അല്ലാത്ത ഒരിടത്തും നിങ്ങൾക്ക് സ്ഥാനാർത്ഥികളില്ല, അത് വാസ്തവവുമാണ്. സത്യത്തിൽ നിങ്ങൾ ഒരു പാർട്ടി എന്ന നിലയ്ക്കുള്ള അസ്തിത്വം മാറ്റിവെച്ച് പിണറായി വിജയന്റെ പാർട്ടിയുമായി ഒരു ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് സംശയിക്കാൻ കഴിയുന്ന എല്ലാ സാധ്യതകളും ഇന്ന് അന്തരീക്ഷത്തിലുണ്ട്. അത് നിങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കുക? മറിച്ച് നിർഭാഗ്യവശാൽ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഒരു കേരളത്തിന്റെ ഏറ്റവും ഒരു നിയമസഭാ ഇലക്ഷനാണ് നടക്കുന്നത്. ജനങ്ങളെ ഏറ്റവും ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടാകുമ്പോൾ SDP ഒരിടത്ത് സ്ഥാനാർത്ഥി നിർത്തി, ഒരിടത്ത് സ്ഥാനാർത്ഥി നിർത്തിയില്ല എന്നതാണ് നമ്മുടെ മുഖ്യ വിഷയമായി പോകുന്നതിന്റെ ഒരു ഗതികേടുണ്ടല്ലോ. അത് യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകരായ നിങ്ങൾ ഓരോരുത്തരും കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഇതിനെ അഡ്രസ് ചെയ്യുന്നത് ആരാണ്? നിങ്ങളുടെ പാർട്ടി ഇത്ര ചർച്ച ചെയ്യപ്പെടുന്നതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാവുന്നതല്ലേ? നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 40 അടുത്താണ് സ്ഥാനാർത്ഥി നിർത്തിയിട്ടുള്ളത്. ഈ 40 അടുത്ത് സ്ഥാനാർത്ഥി നിർത്തിയത് ആരുടെയെങ്കിലും നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടോ ആരുമായെങ്കിലും ചർച്ച നടത്തിയതിന്റെ ഭാഗമായിട്ടോ അല്ല. അല്ല, അത് വിശ്വസിക്കാൻ മനസ്സിലായി. ആരുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യമുണ്ടെന്ന്. പക്ഷെ അത് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മറിച്ചൊരു കൊള്ളാവുന്ന ലോജിക്ക് പറയാൻ പറ്റണം. അത് നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾക്ക് ആകെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒറ്റ വാചകം കൊണ്ട് നിങ്ങൾ എത്ര ദിവസം പിടിച്ചു നിൽക്കും? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് ഞങ്ങൾക്ക് ലോക്കൽ ബോഡിയിൽ നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു, അതിനേക്കാൾ പെർഫോമൻസ് ഉണ്ടായ സ്ഥലമാണ് ആലപ്പുഴയിലെ അമ്പലപ്പുഴ. ഞാൻ കണക്ക് തരാം. അവിടെ പക്ഷേ സ്ഥാനാർത്ഥിയില്ല. അപ്പം നിങ്ങളുടെ ഉദ്ദേശം സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നന്നായി പ്രവർത്തിച്ച് ഭാവിയിൽ MLA ഉണ്ടാക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ എതിരാളിയെ തോൽപ്പിക്കുക എന്നാണ്. നിങ്ങൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്, BJPയോട് ആ സമീപനമുള്ള പാർട്ടിയാണ്. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് പഞ്ചായത്ത് ഇലക്ഷനിലെ ചില കാര്യങ്ങൾ പറഞ്ഞും AKM അഷ്റഫിനോടുള്ള വ്യക്തിവിരോധം പറഞ്ഞും ഞങ്ങൾ അവിടെ സ്ഥാനാർത്ഥി നിർത്തി BJPയെ വിജയിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനം എന്ന ഉദ്ദേശം തന്നെ ഇല്ലാന്ന് തോന്നുന്നു. ഒരു വിഷയം SDP സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷവുമായിട്ടോ വലതുപക്ഷമായിട്ടോ കൂട്ടുകൂടുന്നതിനോ മുന്നണി സംവിധാനത്തിൽ പോകുന്നതിനോ ഒന്നിച്ചു മത്സരിക്കുന്നതിനോ ഒരു തടസ്സവും ഇല്ല. അങ്ങനെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ഒന്നിച്ചു പോകുകയാണെങ്കിൽ അത് ഞങ്ങൾ പറയും, ഇടതുപക്ഷത്തിനോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയും. വലതുപക്ഷത്തോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം വലതുപക്ഷത്തിനാണെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, പരസ്യമായി പറഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായും ഇത്തവണ അങ്ങനെ ഒരു വിഷയം ഇങ്ങനെ ചേരുന്നതുകൊണ്ട് എന്തെങ്കിലും തടസ്സം ഒന്നുമില്ല.
പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഞങ്ങൾ ആരുമായും ചർച്ച, ഞങ്ങൾ 40 എടുത്ത് നിർത്തുന്നു. നിർത്താത്തതിന് പല കാരണങ്ങളുണ്ട്. ഒരു വാർഡ് പിന്നെ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അതിന്റേതായ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകാം, പിന്നെ സംഘടനാപരമായ പ്രശ്നം ഉണ്ടാകാം. എല്ലാം പരിഗണിച്ചിട്ടാകും സ്വാഭാവികമായിട്ടും ഒരു പാർട്ടി നിർത്തുക. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ആപ്റ്റുള്ളിടത്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്ന, നിഷാ റാവുത്തർ പറയുന്ന ചില മണ്ഡലങ്ങളിൽ തന്നെ നിർത്തണം, അത് നിർത്താത്തത് എന്തോ ഒരു അപരാധമാണ് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ശരി, അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ആ നിലയ്ക്ക് മാനിക്കേണ്ടതുണ്ട്, എനിക്ക് തർക്കമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ മത്സരിച്ചാൽ 5000 വോട്ടോ 6000 വോട്ടോ മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടി, മാക്സിമമാണ് ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നില്ല എന്ന് സാധാരണ മലയാളിക്ക്, രാഷ്ട്രീയ മലയാളിക്ക് അറിയാം. അപ്പോൾ പിന്നെ നിങ്ങൾ മത്സരിക്കുന്നതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണ്? അത് BJPയുടെ വിജയമാണ് മഞ്ചേശ്വരത്ത്. BJP വിജയിച്ചാലും വേണ്ടില്ല, മത്സരിക്കാനുള്ള ഞങ്ങളുടെ അവകാശമാണ് നടക്കേണ്ടത് എന്നാണോ നിങ്ങളുടെ ഒരു ബോധ്യം? ഇപ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത് SDP-ക്ക് 5000 വോട്ടുണ്ട് ഒരു മണ്ഡലത്തിൽ എന്ന് നിഷാദ് റാവുത്തർ തന്നെ പറയുന്നു. ഒരു 2-3 നാളുകൾക്ക് മുമ്പ് ഇത് പറയാൻ നിഷാദ് റാവുത്തർക്ക് പോലും കഴിയില്ലായിരുന്നു. SDP-ക്ക് ഇത്ര വോട്ട് ഉണ്ടായിരുന്നു ഒരു മണ്ഡലത്തിൽ ഉണ്ട് എന്ന് പോലും പറയാൻ കഴിയുമായിരുന്നു. ഞാൻ മാക്സിമം നിങ്ങൾക്ക് തരികയാണ് 5000. ഞാൻ മാക്സിമം ആണ് തരുന്നത്. കഴിഞ്ഞ പൂഞ്ഞാറിൽ ആദ്യം BJP ഭരിക്കുമ്പോൾ അവിടെ 576 വോട്ടാണ് മേടിച്ചത്. ഇപ്പൊ അവിടെ 35,000 വോട്ട് മേടിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ സ്ഥാനാർത്ഥി നിർത്തിയേക്കാം. എന്ന് പറഞ്ഞാൽ പതുക്കെ SDP വളരുന്നുണ്ടെന്നുള്ളതല്ല. ഇതേ 5000 വാങ്ങിച്ചെടുത്ത് ഞങ്ങൾ 50,000 വാങ്ങിക്കാനുള്ള സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത്. അത് അമ്പലപ്പുഴയിലില്ല. അമ്പലപ്പുഴയിൽ നിങ്ങൾ ഈ ലോക്കൽ ബോഡിയിൽ നന്നായി പെർഫോം ചെയ്തു എന്ന് ഞാൻ പറയുന്നേ. അമ്പലപ്പുഴയിൽ നന്നായി പെർഫോം ചെയ്തു. അതെന്താ ഇത്തവണ അവിടെ നിയമസഭയിൽ സ്ഥാനാർത്ഥി ഇല്ലാത്തതാണ്? ഒരിടത്ത് ലോക്കൽ ബോഡിയിൽ നമ്മളെ ഒരു മാക്സിമം, എന്നാൽ ഈ താങ്കൾ നേരത്തെ മഞ്ചേശ്വരത്തെ ലോക്കൽ ബോഡിയുടെ കണക്ക് പറഞ്ഞിട്ടാണ് ഈ ആവേശം പങ്കുവച്ചത്. അല്ല, ഞങ്ങൾക്ക് അവിടെ വോട്ടില്ലാന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് വോട്ടുള്ള ഒരുപാട് മണ്ഡലങ്ങളുണ്ട്, ഒരുപാട് ജനപ്രതിനിധികളുള്ള മണ്ഡലങ്ങളുണ്ട്. അമ്പലപ്പുഴയുണ്ട്, ആലപ്പുഴയുണ്ട്. അവിടെയൊക്കെയും ഒരുപക്ഷെ നിയമസഭാ ഇലക്ഷനിൽ നമുക്ക് പെർഫോം ചെയ്യാവുന്നതിന്റെ പരിമിതികൾ ഉണ്ടാകും. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകും. അവിടെ ഉപയോഗിക്കേണ്ട സാമ്പത്തിക വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകും. അതിന്റെ എല്ലാ സാധ്യതകളും ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ടാകും. പക്ഷെ മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ജനപ്രതിനിധികളില്ല. പക്ഷെ ഞങ്ങൾക്ക് അവിടെ സാന്നിധ്യമുണ്ട്, സാധ്യതയുണ്ട്. അത് നമ്മൾ പരിഗണിക്കണ്ടേ? മഞ്ചേശ്വരത്ത് കെട്ടിവെക്കാനുള്ള പൈസയുടെ പ്രശ്നമാണല്ലേ? പൊളിറ്റിക്കൽ പാർട്ടി, സോറി, അമ്പലപ്പുഴയിലുള്ളത് കെട്ടിവെക്കാനുള്ള പൈസയുടെ പ്രശ്നമാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ സാധ്യതയാണ് ആദ്യമായി പരിഗണിക്കേണ്ടത്. സാധ്യത എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഒരു എന്താ പറയുക, ക്രൈറ്റീരിയയിൽ ഏത് വെച്ചാണ് നിങ്ങൾ നോക്കുന്നത്? കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ നേടിയ എന്താണ് വോട്ടാണോ, അതോ ഏതെങ്കിലും പാർലമെന്റിൽ കിട്ടിയപ്പോൾ സ്പ്ലിറ്റ് പരിശോധിച്ചിട്ടാണോ, അതോ ലോക്കൽ ബോഡിയിൽ കിട്ടിയതാണോ? ഇതൊക്കെ വെച്ചിട്ടല്ലേ പരിശോധിക്കുക. അല്ലാതെ വായുവിലെഴുതി കണക്കൂട്ടി ഞങ്ങൾ ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എന്തിനും ഒരു കണക്കും ഒരു വ്യക്തതയും വേണ്ടേ? അങ്ങനെ നോക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ സാധ്യതയുള്ള പല സ്ഥലത്തും സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല. ഇവിടെ നിങ്ങൾ UDF ജയിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തെല്ലാം ആൾക്കാരെ ഫീൽഡ് ചെയ്തിട്ടുണ്ട്. UDF-നെ തോൽപ്പിക്കണമെന്നാണ് നിങ്ങളുടെ തീരുമാനം. അതിന്റെ ഗുണം CPM-നാണ്. നിങ്ങൾ CPM-ആയിട്ട് കരാറുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് SDPI-യുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ തുളസീധരൻ പള്ളിക്കലാണ്. അദ്ദേഹം പറയുകയാണ് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ നമ്മൾ പിൻവലിക്കണം, അതിന്റെ ഗുണഭോക്താവ് BJP ആണെന്ന്. നിങ്ങൾ BJPക്ക് നോക്കൂ, ഏറ്റവും വലിയ വംശീയ വർത്തമാനം കേരളത്തിലെ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി. അയാൾ പറഞ്ഞതുപോലെയുള്ള കേട്ടാൽ അറയ്ക്കുന്ന വംശീയ വർഗീയത കേരളത്തിൽ മറ്റ് നേതാക്കൾ ആരെങ്കിലും BJP-യിൽ തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം. അങ്ങനെ ഒരാളെ വിജയിപ്പിക്കാനാണ് SDPI മഞ്ചേശ്വരത്ത് പണിയെടുക്കുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളിക്കറിയാം. അപ്പം നിങ്ങളുടെ നിഗൂഢ പദ്ധതിയുടെ ബെനിഫിറ്റ്സ് എന്താണ് എന്നത് പറയാൻ പറ്റുമെങ്കിൽ പറയുക. അല്ലാതെ നിങ്ങൾ ഈ നിലനിൽക്കാത്ത വാദങ്ങൾ പറഞ്ഞ് ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഇങ്ങനെ ദുർബലനായി പോകുന്നത് സഹതാപകരമാണ്. നിഷാ റാവുത്തർ, സുരേന്ദ്രൻ ജയിക്കുമെന്ന് ഉറപ്പിച്ച് ഈ മീഡിയ വണ്ണിനും അതുപോലെ തന്നെ നിഷാ റാവുത്തറിനെ എന്തുകൊണ്ട് പറയാൻ കഴിയുന്നു? 87 വോട്ടിനും 500 വോട്ടിനൊക്കെ ഡിഫറൻസിൽ തോറ്റുപോയ സ്ഥലമാണ് അവിടെ നിങ്ങൾ 2000 വോട്ട് പിടിച്ചാലെങ്കിലും സുരേന്ദ്രനാണ് സെക്കൻഡ് നിൽക്കുന്നത്. നാരോ എഡ്ജിൽ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന സുരേന്ദ്രനാണ്. ആ സുരേന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, അതിനുവേണ്ടി മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ മഞ്ചേശ്വരത്ത് പണിയെടുക്കുന്നത്, വേറൊന്നിനുമല്ല. അതെല്ലാവർക്കും അറിയാം. നിഷാ റാവുത്തർ ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നത് മഞ്ചേശ്വരത്ത് സുരേന്ദ്രനെ വിജയിപ്പിക്കണം. ഞാനാണോ നിങ്ങളാണോ നാട്ടുകാർക്ക് അറിയാലോ. UDF-നെ വിജയിപ്പിക്കണം. ഇതാണല്ലോ ഞാൻ ഉറപ്പിച്ചു പറയുന്നു. കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ പോലും BJP ജയിക്കില്ല, ജയിക്കാനുള്ള സാധ്യതയില്ല. കേരളത്തിലെ മനുഷ്യന്മാരുണ്ടെങ്കിൽ മഞ്ചേശ്വരത്ത് പിൻവാങ്ങാൻ പോവാണ്. മഞ്ചേശ്വരത്ത് SDP ജയിക്കും, അതിനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതിന് തടസ്സമുണ്ടോ എന്ന് പറയാം. എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ കഴിഞ്ഞ ഏതെങ്കിലും ഇലക്ഷനിൽ നിങ്ങൾക്ക് 10,000 വോട്ട് തികച്ചു കിട്ടിയ ഒരു കണക്ക് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരിടത്ത് മത്സരിച്ചെങ്കിൽ മാത്രമല്ലേ ഞങ്ങൾക്ക് വോട്ട് ഇത്ര എന്ന് പറയാൻ കഴിയും. ഞങ്ങൾക്ക് മത്സരിക്കട്ടെ, ഒരു മത്സരിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു അനുവാദം നിങ്ങൾ തരണം. അനുവാദം ഒരു അനുവാദം
അനുവാദം തരാൻ ഞങ്ങൾ മത്സരിക്കാൻ സാധ്യതയുള്ളിടത്ത് മത്സരിക്കുമ്പോ അവിടെ ദാണ്ടെ BJP വരുന്നു, നിങ്ങൾ മത്സരിക്കരുത് എന്ന് പറയാ. മറ്റൊരു മത്സരിക്കാതിരിക്കുമ്പം അവിടെ സ്വയം പറ്റിക്കാതെ അൻസാരി, സാധ്യതയുള്ള സ്ഥലത്തെല്ലാം നിങ്ങൾ മത്സരിക്കുന്നില്ല. നിങ്ങൾ സാധ്യതയുള്ള സ്ഥലത്ത് ഇതിനേക്കാൾ സാധ്യതയുള്ള സ്ഥലത്ത്, ഇതിനേക്കാൾ മെച്ചപ്പെട്ട നമ്പർ ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥലത്ത് മത്സരിക്കുന്നില്ല. നിങ്ങൾ ഇവിടെ മത്സരിക്കുന്നത് സുരേന്ദ്രനെ ജയിപ്പിക്കാനും AK മഷറഫിനെ തോപ്പിക്കാനും UDFന്റെ ടോട്ടൽ നമ്പർ കുറയ്ക്കാനും UDFന്റെ മാജിക് നമ്പറിൽ നിന്ന് അവരെ വെട്ടാനുമുള്ള കരാറെടുത്തിരിക്കുകയാണ്. അത് അറിയാത്തായിട്ട് ആരുമില്ല. നിങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലത്ത് മത്സരിക്കാനുള്ള നിങ്ങളുടെ ജെന്യുവിനായ ആവശ്യമായിരുന്നെങ്കിൽ, ആഗ്രഹമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മത്സരിക്കാൻ വേറെ സീറ്റ് ഉണ്ട്. അവിടെ ഒന്നും നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. നിങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് UDFന്റെ മാജിക് നമ്പർ വെട്ടാനാണ്. ഞങ്ങൾ UDFനെ എവിടെയൊക്കെ വിജയിപ്പിക്കാം എന്ന് ഒരിടത്തും വാക്ക് കൊടുത്തിട്ടില്ല. നിങ്ങൾ LDFനെ അധികാരത്തിൽ കൊണ്ടുവരാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. LDFനെ അധികാരത്തിൽ കൊണ്ടുവരാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. LDFനെ അധികാരത്തിലേറ്റാനോ UDFനെ അധികാരത്തിൽ മാറ്റാനോ ഞങ്ങൾക്ക് ഒരിടത്തും അതിന്റെ ആവശ്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നണികളുമായി സഖ്യമുണ്ടെങ്കിൽ അത് പരസ്യമായി പറയും. ആ സമയത്ത് ഞങ്ങൾ പരസ്യമായി പറയും. ഇരു മുന്നണികളോടും ഞാൻ ആവർത്തിക്കുന്നു, ഇരു മുന്നണികളോടും തടസ്സമില്ല. അൻസാരി, നിങ്ങളുടെ LDF ധാരണ എന്താണ് നിങ്ങൾ പരസ്യമായി പറയാത്തത്? LDF ധാരണ ഉണ്ടെങ്കിൽ അത് പരസ്യമായി പറയും. നിലവിൽ ഒരു ധാരണയില്ല. ഞങ്ങൾ 40 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. ഒരു LDFുമായി ധാരണ ഉണ്ടെങ്കിൽ 40 മണ്ഡലങ്ങൾ മത്സരിക്കേണ്ടതില്ലല്ലോ. ശരി, ഞാൻ ഒറ്റ ചോദ്യം കൂടി ചോദിച്ചോട്ടെ. നിങ്ങൾ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി ഉറപ്പാണോ? പത്രിക പിൻവലിക്കില്ല? ഇതുവരെയും പത്രിക പിൻവലിക്കാനുള്ള തീരുമാനമില്ല. ഏതായാലും സ്റ്റേറ്റ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണും, അതിനകത്ത് നിലപാട് അദ്ദേഹം പറയും. അല്ല, സ്റ്റേറ്റ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നുണ്ടോ? ഇന്ന് സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങൾ കാണുമെന്നാണ് പറഞ്ഞത്. ഞാൻ യാത്രയിലായതുകൊണ്ട് അതിന് കൃത്യമായി അറിയില്ല. എന്തായാലും കാണും. ഓക്കെ, അപ്പോൾ മഞ്ചേശ്വരത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അദ്ദേഹം പറയും. ആ തീരുമാനം എന്തും ആകാം. ഓക്കെ, ഒരു പക്ഷേ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന തീരുമാനവും വന്നേക്കാം. മേ ബി. യെസ്, അതിനകത്ത് എല്ലാം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു സി അൻസാരി. ശ്രീ കാരശ്ശേരി, ഈ SDPIയെ സംബന്ധിച്ച് അവരെടുക്കുന്ന ഈ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഈ സമയത്ത് പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തുക, ചിലരെ നിർത്താതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മഞ്ചേശ്വരത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും എടുക്കുന്ന അഡമൻ പൊസിഷൻ ആ പാർട്ടിയെ സംബന്ധിച്ച് എന്തുമാത്രം ഗുണപരമായിട്ടുള്ള ഒന്നാണെന്നാണ് താങ്കൾ കാണുന്നത്? അവർക്ക് ഈ കളിയിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് തോന്നുന്നുണ്ടോ? ഉണ്ടെന്ന് ഇപ്പോ താങ്കൾ വിശദീകരിച്ച് പറഞ്ഞ മാതിരി SDPIയുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തന്ത്രം എന്ന് പറയുന്നത് നമുക്ക് സംശയിക്കാവുന്ന തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞു തന്നെയാണ് എനിക്ക് മനസ്സിലായത്. അതിലിപ്പോ അവരുടെ ഒരു നേതാവ് തന്നെ അത്തരമൊരു ധാരണ LDF ആയിട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞത് താങ്കൾ ഉദ്ധരിച്ചല്ലോ. അപ്പൊ തീർച്ചയായിട്ടും LDF അധികാരത്തിൽ വരികയാണെങ്കിൽ അതിന്റെ പലതരം സൗകര്യങ്ങൾ ഉപയോഗിച്ച് പാർട്ടി വളർത്താം എന്നവർ വിചാരിക്കുന്നുണ്ടാവും. അതിലിപ്പോൾ എന്തൊക്കെയുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സാധാരണ നമുക്ക് ഊഹിക്കാവുന്നത് സാമ്പത്തിക സൗകര്യങ്ങളും മറ്റു സൗകര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ പിന്തുണയോ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോ ഒന്നും ഇല്ലാത്ത അവസ്ഥയ്ക്ക് ഇപ്പോൾ SDPI പേരെന്ത് പറഞ്ഞാലും അതിൽ മുസ്ലിം മൗലികവാദത്തിന്റെ രാഷ്ട്രീയമാണ് അതിനുള്ളതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ പേരിൽ ഇസ്ലാം എന്നോ മുസ്ലിം എന്നോ ഇല്ല എന്നുള്ളത് വിഷയമല്ല എന്നാണ് എൻ്റെ കണക്ക്. പേരല്ലല്ലോ കാര്യം. ഇപ്പോൾ BJPയുടെ പേരിൽ ഹിന്ദു എന്നില്ലല്ലോ. അപ്പോൾ ആ തരത്തിൽ ഉള്ള, അതായത് മുസ്ലിം വോട്ട് ബാങ്ക് തങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകന്നുപോയി എന്ന ഒരു ബേജാറ് സത്യത്തിൽ CPMനുണ്ട്. അതിലിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റു രാഷ്ട്രീയക്കാരൊക്കെ പോയിട്ട് വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ നിരന്തരമായ പ്രസ്താവനകളും, അത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയ, BJPക്ക് വേണ്ടി നടത്തിയ ഭയങ്കരമായ കൊലവിളികളൊക്കെ പലതരത്തിലുള്ള ആപത്ത് വരുത്തുമ്പോൾ ഈ കൂട്ടത്തിൽ ഉള്ള PDP SDPI എന്നീ രണ്ട് സംഘടനകളെ കൂടെ നിർത്താനുള്ള കഠിനമായ പരിശ്രമം LDF നടത്താനിടയുണ്ട്, നടത്തുന്നുണ്ട്, നടത്തിയിട്ടുണ്ട് എന്ന് ഊഹിക്കാവുന്ന തരത്തിലാണ് ഇന്ന് സാഹചര്യമുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ സമസ്തയിൽ EK സമസ്തയിലുള്ള ഒരു വിഭാഗത്തെ സ്വാധീനിച്ച ഒരു സ്ഥിതി കഴിഞ്ഞ 5 കൊല്ലമായിട്ട് വിശേഷിച്ചും CPM നടത്തുന്നുണ്ട്. അതിന് വലിയ തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്നാണ് ഇന്നത്തെ സാഹചര്യം കൊണ്ട് ഊഹിക്കാവുന്നത്. അപ്പം അതിനെ മറികടക്കാൻ വേണ്ടി CPM കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ്
ഞാനിതിനെ കാണുന്നത്. രാജേഷ്, ഇതിനകത്ത് നോക്കൂ, ഇപ്പോഴും ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാടിന്റെ ഒരു ബെനഫിഷ്യറി എന്ന് പറയുന്നത് ലെഫ്റ്റ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയും. ലെഫ്റ്റ് ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന ഈ SDPI ആക്ഷേപം, കോൺഗ്രസ്, UDF, SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെർമിനോളജി ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് ഇപ്പോൾ SDPIയെ പറയുന്നില്ല, SDPI ആക്ഷേപിക്കുകയോ ആക്രമിക്കുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ എവിടെയും കാണുന്നില്ല. സത്യത്തിൽ ഇത് ഡീലിന്റെ ഒരു ഉദാഹരണം എടുക്കാൻ പറ്റുന്ന ഒന്നാണോ അത്? എന്നോടാണോ? യെസ്. എന്നോടാണോ? എന്നോടല്ലേ? യെസ് യെസ് യെസ്. ആ അല്ല, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ LDF എന്താ മിണ്ടണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. പലതരത്തിലുള്ള കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ UDFകാർ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ, യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് തെളിവില്ല എന്ന് ആണല്ലോ പറയും. നമുക്ക് ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷ് പറഞ്ഞത് ശരിയാണ്. ഇതിന് നമ്മൾ ഈ ചർച്ചയ്ക്ക് ഒരു ആധികാരികത ഇല്ലായ്മ വരുന്നത് എന്തുകൊണ്ടാണ്? തെളിവുകളില്ല. പല ഊഹോഭാവങ്ങളും പല ലീഡർമാരും ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളോ അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ സമീപിക്കുന്നത്. പക്ഷേ തെളിവുള്ള കാര്യമുണ്ട്. ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പല തെരഞ്ഞെടുപ്പുകൾ, അതായത് അതിൻ്റെ ചരിത്രം, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ആ ചരിത്രത്തിനകത്ത് തെളിവുണ്ട് ആര് തമ്മിലാണ് ഡീലുണ്ടായതെന്നുള്ളത്. UDF, കോൺഗ്രസ്, ഇത്തരത്തിലുള്ള വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് വർഗീയ ശക്തികളുമായി, പ്രത്യേകിച്ച് സംഘപരിവാറുമായി, BJPയുമായി ഏതൊക്കെ തരത്തിൽ സഖ്യങ്ങൾ ഉണ്ടാക്കിയതിനെ സംബന്ധിച്ച് ഓരോ മണ്ഡലങ്ങളുടെയും, അല്ലെങ്കിൽ തദ്ദേശം മുതൽ നിയമസഭാ മണ്ഡലങ്ങൾ മുതൽ പാർലമെൻറ്റ് മണ്ഡലങ്ങൾ മുതലുള്ള പലതരത്തിലുള്ള വോട്ട് ഷെയറിങ്ങിൻ്റെ തെളിവുകളുണ്ട്. അപ്പോൾ ആ തെളിവുകൾ എന്ന് പറയുന്നത് ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഇനി വരാനിരിക്കുന്നതിനെ സംബന്ധിച്ച് LDFനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് പറയാം, ഒരു വർഗീയ ശക്തിയുടെയും വോട്ട് വേണ്ട എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാണ് ഒരു കാര്യമാണ്. പിന്നെ മഞ്ചേശ്വരത്തിൻ്റെ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. മഞ്ചേശ്വരത്ത് ഏതായാലും K. സുരേന്ദ്രൻ ജയിക്കത്തില്ല, ഉള്ള കാര്യം പറയുന്നത് തന്നെ. മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ ജയിക്കാൻ പോകുന്നില്ല. മഞ്ചേശ്വരത്ത് മാത്രമല്ല, കേരളത്തിൽ എവിടെയും BJP നേതൃത്വം നൽകുന്ന NDA സഖ്യം ഒരു സീറ്റ് പോലും ലഭിക്കില്ല. NDA സഖ്യത്തിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം മഞ്ചേശ്വരവും നിയമമാണല്ലോ ഇതിൻ്റെ അകത്ത് ഉറ്റുനോക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ ചർച്ചയുടെ തന്നെ കുന്തമുന തിരിയുന്നത് മഞ്ചേശ്വരം മണ്ഡലത്തിലേക്കാണ്. അപ്പം മഞ്ചേശ്വരം മണ്ഡലത്തിലേക്ക് കുന്തമുന തിരിയുമ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്, അവിടെ ബാക്കി സംവാദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ BJP ജയിക്കുകയോ ഇല്ലേ എന്നുള്ള ആശങ്കയിൽ നിന്നാണല്ലോ മതനിരപേക്ഷ ശക്തികളായ നമ്മളെല്ലാം വലിയ ഉത്കണ്ഠ ഉണ്ടാകുന്നത്. ഒരു ഉത്കണ്ഠയും വേണ്ട, K. സുരേന്ദ്രൻ അവിടെ ജയിക്കില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തെ സംബന്ധിച്ച്. അല്ലാതെ SDPI പോലുള്ള പാർട്ടികൾ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ശരി, പിൻവലിച്ചാലും ശരി, അവർ പിൻവലിച്ചേക്കാം ചിലപ്പോൾ, അതെനിക്കറിയത്തില്ല. അത് LDF അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇടപെടലില്ല. പല പ്രാവശ്യവും മുസ്ലിം ലീഗിനെ പോലുള്ള മുസ്ലിം ലീഗിലെ നേതാക്കന്മാരൊക്കെ ഇടപെട്ടിട്ടാണ് SDPയുടെ പല സ്ഥാനാർത്ഥികളെയും പിൻവലിപ്പിക്കുകയും ചർച്ച നടത്തുകയും ഡീലുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ LDFന് ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യവുമില്ല. പക്ഷേ മഞ്ചേശ്വരത്ത് ഞാൻ പറയുന്നത് എന്താണ്, NDA സഖ്യം അല്ലെങ്കിൽ BJPയുടെ ലീഡറായിട്ട് മത്സരിക്കുന്ന K. സുരേന്ദ്രൻ അവിടെ ജയിക്കില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല. BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചതാണ്. അത് തുറക്കാൻ വേണ്ടിയുള്ള ശക്തികൾ പല കോണുകളിൽ നിന്ന് പല രീതിയിൽ പല വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ പ്രത്യക്ഷതയെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി കൃത്യമായി LDFനുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റിയിരിക്കും. ശരി തൗഫീഖ്, നിങ്ങളിപ്പോൾ ജീവിത പ്രശ്നങ്ങളെ കൊണ്ടുവരികയാണ്, നിങ്ങൾ മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങളെ കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പോലീസിലെ പ്രശ്നങ്ങളെ കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ പോലുള്ള ഇഷ്യൂസ് കൊണ്ടുവരികയാണ്. ഇതൊക്കെ കൊണ്ടുവന്നാലും ഇതിന് മേലെ പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് കാണുക. നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത് ജീവിത പ്രശ്നങ്ങളെ മുൻനിർത്തിയിട്ടല്ല, അദ്ദേഹത്തിൻ്റെ സമവാക്യ നാടകങ്ങളുണ്ട്. ആ സംഗതിയുടെ പ്രവർത്തിക്കുകയാണ്. SDPI നോക്ക്, അവരെവിടെയൊക്കെയാണ് മത്സരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ കുറേ ജീവിത പ്രശ്നങ്ങൾ അങ്ങോട്ട് അവതരിപ്പിച്ച് അങ്ങോട്ട് ജയിച്ചു കളയാം എന്നതൊരു വ്യാമോഹമായി പോവുക തൗഫീഖെ? ഒരിക്കലുമില്ല നിഷാദെ. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുമായിട്ടാണ് ഡീലിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഈ സർക്കാരിനെതിരെ കടക്ക് പുറത്ത് എന്ന് പറയാൻ കാത്തിരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ മാസത്തിൽ വരാൻ പോകുന്നത്. മെയ് മാസത്തിൽ
ഇത്തരത്തിലൊരു റിസൾട്ട് ഉണ്ടാകുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതിനിധി രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിനപ്പുറത്തേക്ക് ഇവിടെ ചരിത്രത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് ചെറുപ്പാണ് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ആ ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് 2025 ജൂൺ മാസത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് താങ്കളുടെ അല്ല CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം ഒരു പരാമർശം നടത്തിയത് അങ്ങ് അറിഞ്ഞോ അറിയാതെയോ മറന്നുപോയതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം പറഞ്ഞത് RSSുമായി ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒരു കോൺഗ്രസ് നേതാവുമല്ല, CPM സംസ്ഥാന സെക്രട്ടറിയാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന, കേരളം ഭരിക്കുന്ന സാക്ഷാൽ കാരണഭൂതൻ ആദ്യമായി നിയമസഭയിൽ എത്തിയതും ഇതേ സംഘപരിവാർ ശക്തികളുടെ പിന്തുണയോടുകൂടിയാണ് എന്ന് ചരിത്രം സൂചിപ്പിക്കുന്ന വസ്തുതയാണ്. അപ്പോ ചരിത്രത്തിൽ ഏതാണ്ട് വല്ലാത്ത കാര്യങ്ങളുണ്ട്. ഏതാണ്ട് ചരിത്രം സത്യം പറയുമെന്നൊക്കെ പറയുമ്പോ ചരിത്രം സത്യം പറയും, ശരിയാണ്. പക്ഷേ അത് നിങ്ങൾക്ക് ഭൂഷണമായ ചരിത്രമാകില്ല എന്ന് അങ്ങ് ഓർത്താൽ നല്ലത് എന്ന് മാത്രം ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനപ്പുറത്തേക്ക് നിഷാദിനോട് ചോദിച്ച മറ്റൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം റാന്നിയിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ നിങ്ങൾ ജയിച്ചത് എന്നൊക്കെ പറയുമ്പോൾ റാന്നിയിൽ നിങ്ങൾ കഴിഞ്ഞ തവണ നിങ്ങളുടെ വോട്ട് നില അടക്കം എടുത്ത് പരിശോധിക്കാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. ഏതാണ്ട് 1000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ്, എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 1200 വോട്ടുകൾക്ക് മാത്രമാണ് ഈ പറയുന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന പ്രമോദ് നാരായണൻ കഴിഞ്ഞ തവണ റാന്നിയല്ല, കോന്നിയുടെ കാര്യം ഞാൻ പറഞ്ഞു, കോന്നിയുടെ കാര്യമാണ് പറഞ്ഞത്. റാന്നിയിൽ നിന്ന് അല്ലെ, അങ്ങ് ഞാൻ റാന്നി എന്നാ പറഞ്ഞത്, അങ്ങ് പരിശോധിക്കാം. കേരള നിയമസഭയിലേക്ക് എത്തിയത് അങ്ങ് ഇടപെട്ടില്ലല്ലോ, അങ്ങയുടെ സമയത്ത് ഇടപെട്ടില്ലല്ലോ. ശരി, ഇനി അങ്ങ് പറഞ്ഞ കോന്നി എന്ന് തന്നെ വരാൻ ഈ രണ്ട് മണ്ഡലങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിഷാദ് എനിക്ക് അല്പസമയം തരണം, കാരണം കഴിഞ്ഞ സമയത്ത് അടക്കം എന്റെ സൗണ്ട് ക്ലാരിറ്റിയിൽ അടക്കം പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ്. അതായത് ഞാൻ അങ്ങയോട് രണ്ട് പ്രസക്തമായ, അതായത് പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കുന്നത്. അതായത് റാന്നി കോന്നി നിയമസഭാ മണ്ഡലങ്ങൾ, ഈ പറയുന്ന റാന്നി നിയമസഭാ മണ്ഡലം ആദ്യം എടുത്ത് പരിശോധിക്കാം. ഞാൻ അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത് 1200 വോട്ടുകൾക്ക് താഴെ മാത്രം CPM ജയിച്ചിട്ടുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ BJPക്ക് തലക്കേടില്ലാത്ത സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി 2020 സ്ഥാനാർത്ഥിയാണ്. അവിടെ സത്യത്തിൽ സാക്ഷാൽ ഈ CPM നേതാക്കൾക്ക് ഇപ്പോ CPMിലേക്ക് അല്ലെങ്കിൽ CPMന്റെ ഇഷ്ടക്കാരനായി വന്നിരിക്കുന്ന കേരള കോൺഗ്രസ് നേതാവ് പ്രമോദ് നാരായണന് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിവിട്ട നീക്കം അവിടെ ഉണ്ടായിട്ടുണ്ട്. അഡ്വക്കേറ്റ് പഴകുളം മധു എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നായപ്പോ അവിടെയും ഡീലിലേക്ക് പോകുന്ന സാഹചര്യം അവിടെ പോയി അത് ഫ്രീസ് ആവുകയാണ്. തോഫീക്ക്, ഞാൻ തിരിച്ചു വരാം. ശരി രാജേഷ്, ഇതിന്റെ ഇല്ല രാജേഷ്, ഇതിനകത്ത് തൗഫീഖ് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള മറുപടി എന്താണ് താങ്കളുടെ? തൗഫീഖ് ഒന്നാമത് കൃത്യമായിട്ട് കേൾക്കാനും പറ്റുന്നില്ല, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഡിയോ കട്ടായിപ്പോയി. തൗഫീഖ് ഉന്നയിക്കുന്ന മറുപടി എന്താ പറയേണ്ടത്? അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ അകത്ത് നമുക്കൊന്നും പറയാനില്ല. നമുക്ക് എന്താ പറയാനുള്ളത് ഇതിൻ്റെ അകത്ത്? നിങ്ങൾ സാമാന്യബോധമുള്ള കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി സംഘപരിവാർ ശക്തികളുമായി, പ്രത്യേകിച്ച് BJPയുമായി ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അലയൻസ് ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? അതങ്ങനെ അങ്ങനെയുള്ള ഒന്ന് നടക്കുന്നുവെന്ന്, ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്നുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ, ഈ പറയുന്ന മീഡിയ വൺ അടക്കമുള്ള മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ചർച്ചകളും നിങ്ങളുടെ മറ്റ് പ്രോഗ്രാമുകളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ ഇപ്പം കേരളത്തിലെയും കേരളത്തിന് വെളിയിലുമുള്ള പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഇൻ്റർവ്യൂ ഉണ്ട്. സമകാലികതയില്ലാത്ത, എന്താ പറയുക, താരതമ്യപ്പെടുത്താൻ പറ്റാത്ത, സമാനതകളില്ലാത്ത ഒരു വലിയ ഇവൻ്റായിരുന്നു അത്, അല്ലേ? വലിയ ഇവൻ്റായിരുന്നു അത്, നിരന്തരമായിട്ടുള്ള ഇൻ്റർവ്യൂ. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിലൊക്കെ എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം ഓരോ ചോദ്യങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞ് പോയത്, അല്ലേ? ഇത് നമ്മൾ കേട്ടതാണ്. വളരെ കൃത്യമായി അവധാനതയോടുകൂടി അദ്ദേഹം ഇതിനെല്ലാം മറുപടി പറഞ്ഞു പോയതാണ്. അദ്ദേഹം പറഞ്ഞതിനപ്പുറത്തേക്ക് നമ്മൾ ഉണ്ടാക്കുകയാണ് പലതരത്തിലുള്ള നരേഷനുകൾ. പിന്നെ നമ്മൾ ഇങ്ങനെ സൃഷ്ടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഈ ചർച്ചയുടെ അടിസ്ഥാനം എന്താണ്?
ഒരു തരത്തിലുള്ള യു ഡി എഫ് ഉന്നയിക്കുന്ന ഒരു വിഷയത്തെ പിടിച്ചുകൊണ്ട് LDFനെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് 8-10 കൊല്ലമായി തുടങ്ങി. എന്തെങ്കിലും രക്ഷയുണ്ടോ? ഒരു രക്ഷയുമില്ല. LDFൻ്റെ ജനസ്വാധീനം വർദ്ധിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു രക്ഷയുമില്ല. കാരണം നമ്മൾ കണക്കുകൾ വെച്ചുകൊണ്ടാണ്, കൃത്യമായിട്ടുള്ള കണക്കുകൾ വെച്ചുകൊണ്ടും ആധികാരികമായ രേഖകൾ വെച്ചുകൊണ്ടും ആണ് പറയുന്നത്. തൃത്താലയിൽ സഖാവ് MP രാജേഷ് സ്ഥാനാർത്ഥിയാണ്. അവിടെ മന്ത്രി MP രാജേഷ് പിന്നെ ബൽറാമിനെ ചർച്ചയ്ക്ക് വിളിച്ച് സംവാദത്തിന് പോയോ? അദ്ദേഹം ഇതുവരെയും പോയിട്ടില്ല. അപ്പം പലതരത്തിലുള്ള കൃത്യമായ പിന്നെ രേഖകളുടെയും മാത്രമല്ല പ്രകടന പത്രികയിൽ പറയുന്നത്. ഇത് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കണം. തൗഫീഖിന് പറയാൻ അവസരം കൊടുക്കണം. തൗഫീഖ് വളരെ കുറച്ച് നേരം സംസാരിച്ചുള്ളൂ. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് പിന്നെ അവസാനിപ്പിക്കാം. ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണെന്നും അത് ചെയ്യുകയും അതിന് ചെയ്തതിൻ്റെ ഒരു മാനിഫെസ്റ്റോ ഇറക്കിയ ഒരു മുന്നണിയാണ് LDF എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് പറയാനുള്ളൊരു കാര്യം. തൗഫീഖ് പറഞ്ഞാട്ടെ. തൗഫീഖ് അതായത് രണ്ട് കാര്യങ്ങളാണ്. എന്റെ ക്ഷമിക്കുന്ന അല്പം സാങ്കേതിക പ്രശ്നം ഉള്ളത് കൊണ്ടാണ് റേഞ്ച് കട്ടായി പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ ഞാൻ പറഞ്ഞു വെച്ചത് കോന്നി നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ അങ്ങനെയൊക്കറിയാം ഏകദേശം 7000 വോട്ടുകൾക്ക് താഴെ മാത്രമാണ് കഴിഞ്ഞ തവണ കോന്നിയിൽ ശ്രീ റോബിൻ പീറ്റർ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. ആ ഘട്ടത്തിൽ BJPക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണെന്നേ. അവിടെ സത്യം പറഞ്ഞാൽ BDJയെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അദ്ദേഹം മാധ്യമങ്ങളൊന്ന് ഇതുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ബൈറ്റിന് വിളിച്ചാൽ പോലും നാളെ മതിയോ മറ്റന്നാൾ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന, ഇല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ BDJ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സത്യത്തിന് അദ്ദേഹം എന്തിനാണ് മത്സരിക്കുന്നത് അദ്ദേഹത്തിന് പോലും അറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഡീൽ പല ഘട്ടങ്ങളിലായി അവിടെ ഉണ്ടായിട്ടുണ്ട്. ആദിയിലും കോതിയിലും അടക്കം ഡീൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ആറന്മുളയിൽ അടക്കം, ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ അടക്കം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന അബിൻ വർക്കി അടക്കം പരാജയപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നുള്ള കാര്യം ചർച്ചയില്ല. ഇവിടെ നിഷാദ് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ ഇവിടെ ഒരു താമരയെങ്കിലും വിരിക്കണം എന്നുള്ളത് സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനേക്കാൾ ആഗ്രഹം അത് കേരളം ഭരിക്കുന്ന ആക്ഷേപമാണ്. ഡീൽ ആരോപണത്തിന് വരെ തെളിവ് രാജീവ് ചന്ദ്രശേഖരൻ നിയമത്തിൽ ജയിക്കാൻ പോകുന്നില്ല എന്നാണ് അവരുടെ മറുചോദ്യം. രാജീവ് ചന്ദ്രശേഖരൻ നിയമത്തിൽ ജയിക്കാൻ പോകുന്നില്ല. സോറി, സമയം കഴിഞ്ഞുകൊണ്ട് ഞാനൊന്ന് നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത MN കാരശ്ശേരി, രാജേഷ്, തൗഫീഖ്.